Good morning, my dear children. Welcome back to our maths class. Next topic, decimals as percentages. ഡെസിമൽസിനെ പെർസെൻറ്റേജിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഷാൽ വി സ്റ്റാർട്ട്? എക്സാമ്പിൾ 1.5. ഓക്കെ, 1.5. 1.5 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറാണ്. ഇതിന് നമുക്ക് എങ്ങനെയാണ് പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പോയിൻ്റ് മാറ്റുന്നത്? പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടോ അത് നമ്മൾ ആ സീറോ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും സീറോ താഴെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 15 ഡിവൈഡഡ് ബൈ 10. ഇവിടെ ഓൾ ഡിജിറ്റ് ആയതുകൊണ്ട് 10, 2 ഡിജിറ്റ് ആണെങ്കിൽ 100, 3 ഡിജിറ്റ് ആണെങ്കിൽ 1000. ഹിയർ 1 ഡിജിറ്റ്, സോ here we can write 10. Then 15 divided by 10 into 100. ഡെസിമൽ മാറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ 100 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 100 പെർസെൻറ്റേജിലോട്ട് മാറ്റും. പെർസെൻറ്റേജ് സിമ്പിൾ ഇടാൻ മറക്കരുത്. പെർസെൻറ്റേജിലോട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 വരുവാണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് 0 വരുവാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവാം എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ 0 ആൻഡ് ദി 0, ന്യൂമറേറ്ററിലെ 0യും ഡിനോമിനേറ്ററിലെ 0യും തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസലായി പോയി. ദെൻ 15 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു എനി നമ്പർ ഇൻറ്റു 10 വി ഗെറ്റ്. ഓക്കെ, ദാറ്റ് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആഡ് ചെയ്യുന്നു. സോ 150% is the answer. Next example is 0.1, which is equal to പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റ്. സോ 1 ഡിവൈഡഡ് ബൈ 1/10 is equal to എത്രയാണ്? 1/10 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 0 ക്യാൻസൽ. 1 ഇൻറ്റു 10 വി ഗെറ്റ് 10%. ഓക്കെ, എങ്ങനെയാണ്? 0.1 is equal to means 1/10 because after point there is 1 digit, so we have to put denominator as 10. Okay, here then 1/10 into 100 we get 10%. Next question is 1.63 which is equal to 1.63 എന്ന് പറയുമ്പോൾ പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഉണ്ട്. സോ ഡിനോമിനേറ്റർ 100, പോയിൻറ്റ് മാറ്റാൻ 163 ഡിവൈഡഡ് ബൈ 100 ദെൻ ഇൻറ്റു 100. ഹിയർ 1. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ 2 സീറോസ് ഉണ്ട്, കട്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെയും ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, കട്ട് ചെയ്ത് പോയി. ദെൻ ആൻസർ ഈസ് 163%. ഓക്കെ, 163%. പേജ് നമ്പർ 90, എക്സസൈസ് 1.3 എക്സ്പ്രസ് ദ ഫോളോയിങ് ഡെസിമൽസ് ആസ് പെർസെൻറ്റേജസ്. അതിൽ these 3 question, then next 3 and next 3. 9 questions ആണ് നിങ്ങളുടെ ഇന്നത്തെ എക്സസൈസ് 1.3ലെ ഹോംവർക്ക്. ആക്ടിവിറ്റി എക്സസൈസ് 1.3ലെ 9 questions ആണ്, നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പെർസെൻറ്റേജസ് ആസ് ഡെസിമൽസ്. പെർസെൻറ്റേജിനെ നമുക്ക് എങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് പെർസെൻറ്റേജസിനെ എങ്ങനെ ഡെസിമൽസിലാക്കാമെന്ന് നോക്കാം. ഹിയർ ഒരു എക്സാമ്പിൾ 15%. ഈ 15%നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ പോയിൻറ്റിലോട്ടാക്കുന്നത്? 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡെസിമൽസിനെ പെർസെൻറ്റേജിലോട്ടാക്കുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 100 അല്ല, എത്രയാണോ നമ്മുടെ ഇത് തന്നിരിക്കുന്നത്
ആ ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഡെസിമലോട്ട് ആക്കിയതിന് ശേഷം, അതായത് പോയിൻ്റാണ് നമ്മൾ തന്നിരിക്കുന്നതെങ്കിൽ പോയിൻ്റ് മാറ്റിയതിന് ശേഷം 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ഡെസിമലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഹിയർ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഡെസിമൽസിൻ്റെ പെർസെൻറ്റേജ് ആക്കിയത് എങ്ങനെയാണ്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടിയത്. നേരെ മറ്റേത് ഡിവൈഡ് ചെയ്യുക. ഇത് നിങ്ങൾ മറക്കരുത്. ദെൻ ഹിയർ 15% ഈസ് ഈക്വൽ ടു 15 divided by 100 which is equal to, how many zeros are here, 2. Then എവിടെയാണ് പോയിന്റ് കൊടുക്കുന്നത്, 2 ഡിജിറ്റിന് ശേഷം പോയിന്റ് കൊടുക്കുന്നത്, ദാറ്റ് മീൻസ് 0.15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8.5%. ഡെസിമൽ വരുന്നുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക, ആദ്യം നമ്മൾ ഡെസിമൽ മാറ്റുക. ഡെസിമൽ മാറ്റം നമുക്കറിയാം, ഒരു നമ്പറിൻ്റെ ഡെസിമൽ മാറ്റുന്നത് എങ്ങനെയാണ്, ആദ്യം എത്ര ഡിജിറ്റാണോ പോയിൻറ്റിന് ശേഷമുള്ളത് ആ ഡിജിറ്റ് 0 വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ദാറ്റ് മീൻസ് 85 ഡിവൈഡഡ് ബൈ എത്ര ഡിജിറ്റാണുള്ളത്, 1 ഡിജിറ്റ്, സോ 10. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇൻറ്റു ആണോ ചെയ്യേണ്ടത്, അല്ല, ഡിവൈഡ് ചെയ്യുക. എത്രയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 100 അല്ലേ, 100. സോ ഹൗ മെനി സീറോസ് ആർ ഹിയർ, 3 സീറോസ് ഉണ്ട്. സോ 3 ഡിജിറ്റ് മാറ്റി നമ്മൾ എന്ത് ചെയ്യുക, പോയിൻ്റ് ചെയ്യുക. 0.085 ഈസ് ദി ആൻസർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അനദർ എക്സാമ്പിൾ 1.25 അല്ലേ, 1.25%. ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാം, നമ്മൾ ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഡെസിമൽ മാറ്റണം. ഡെസിമൽ മാറ്റാൻ നമുക്കറിയാം, എത്ര പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 0 ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 125 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 1 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 10, 2 ഡിജിറ്റ് ആണെങ്കിൽ 100, 3 ഡിജിറ്റ് ആണെങ്കിൽ 1000. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ദെൻ വീണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ നമ്പറിനെ തന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ മെനി സീറോസ് ആർ ഹിയർ, 4 സീറോസ്. സോ എത്ര ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിൻ്റ് ചെയ്യണം, 4 0 1 2 5. നമുക്കിവിടെ 3 ഉള്ളൂ, അപ്പോൾ ഒരു 0 കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പോയിൻ്റ് ഇടുക. 0.0125 ഈസ് ദി ആൻസർ. എക്സസൈസ് 1.4-ലെ 9 ക്വസ്റ്റ്യൻസ് അപ് ടു ദിസ് 9 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സസൈസ് 1.4-ലെ ഇന്നത്തെ ആക്ടിവിറ്റി. നെക്സ്റ്റ്, ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് എ ക്വാണ്ടിറ്റി. ഓക്കെ, ഒരു ക്വാണ്ടിറ്റി, ഒരു സാധനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് എത്ര ക്വാണ്ടിറ്റിയാണ്, എത്രയാണ് വരുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിംപ്ലി we can say, find out the value of the percentage of a given quantity, convert the given percentage into fraction and then multiply the fraction by the numeric value of the given quantity. That means to find the value of percentage of a given quantity, അത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി അതിനെ എങ്ങനെയാണ് പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കുക, മീൻസ് കൺവേർട്ട് ദ ഗിവൺ പെർസെൻറ്റേജ് വെച്ച് നമ്മൾ എങ്ങനെ ആ ക്വാണ്ടിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കൺവേർട്ട് ദ ഗിവൺ പെർസെൻറ്റേജ് ഇൻറ്റു ഫ്രാക്ഷൻ. അതായത് തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക, ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അതായത് A/B എന്നുള്ള ഫോമിൽ ഫ്രാക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ദെൻ മൾട്ടിപ്ലൈ ദ ഫ്രാക്ഷൻ ബൈ ദ ന്യൂമറിക് വാല്യൂ ഓഫ് ദ ഗിവൺ ക്വാണ്ടിറ്റി. അതായത് മൾട്ടിപ്ലൈ ദ ഫ്രാക്ഷൻ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത്, ആദ്യം തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ രീതിയിലോട്ട് എഴുതുക. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. തന്നിരിക്കുന്ന ഏത് ക്വാണ്ടിറ്റിയാണ്, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ് അതിനെന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ ലഭിക്കും.
വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഹാൻഡ് വാഷ്. ഓക്കെ, ദിസ് ഈസ് ഹാൻഡ് വാഷ്. ഈ ഹാൻഡ് വാഷ് എത്ര മില്ലിയാണ്? ഇപ്പം ലിക്വിഡ് ഐറ്റംസൊക്കെ നമ്മൾ ലിക്ചർ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇതിൽ 250 ml ആണ് നമ്മുടെ ഇത് ഏതാ ലിക്വിഡ്. അതായത് ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡ് ഉള്ളത് 250 ml ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ 50 എനിക്കൊരു 50% എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. അതായത് 250 ആണ് ഇതുള്ളത്. 50 ഇതിൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 50% ആണ്. അതുകൊണ്ട് നമ്മൾ പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 50 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 250. 50 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 250 എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മളുടെ ബാക്കി നമുക്കുള്ള ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത് അത് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന്? എങ്ങനെയാണ് നമ്മൾ ഈ ഫ്രാക്ഷൻ രീതിയിൽ നമ്മൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട പെർസെൻറ്റേജ് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നതെന്ന്? 12% ഓഫ് ₹500. അപ്പോൾ 500 എന്ന് പറയുന്ന റുപ്പി, അതായത് എൻ്റെ 500 റുപ്പീസ് ഉണ്ട്, അതിൽ 12% എനിക്ക് വേണം, അല്ലെങ്കിൽ 12% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ 12% നമുക്ക് ഫ്രാക്ഷൻ രീതിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 100 അല്ലേ? ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താണ് നമ്മൾ ഡെസിമൽ പോയിന്റ് കണ്ടെത്താൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏത് നമ്പർ എന്നാലും 100 കൊണ്ട് കൺവേർട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുക. ദെൻ ഇൻറ്റു തന്നിരിക്കുന്ന റുപ്പി എത്രയാണ്? 500 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഈ സീറോ കട്ട് ചെയ്ത് പോകുന്നു, ഈ സീറോ കട്ട് ചെയ്ത് പോകുന്നു. 12 ഇൻറ്റു 5 എത്രയാണ്? 12 ഇൻറ്റു 5 60 റുപ്പീസാണ്. എന്താണ്? ₹60 ആണ് നമ്മുടെ ആൻസർ. 25% ഓഫ് 700 മീറ്റർ. അപ്പോൾ 700 മീറ്ററിൽ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് നോക്കാം. 25%നെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 700. This 0 and this 0 cancel. Then next zeros are cancelled. 25 into 7. We get 175 meter. എന്താണ് തന്നിരിക്കുന്നതെന്ന് കറക്റ്റ് എഴുതണം. മീറ്റർ ആണെങ്കിൽ മീറ്റർ, മില്ലി ലിറ്റർ ആണെങ്കിൽ മില്ലി ലിറ്റർ, കെ ജി ആണെങ്കിൽ കെ ജി, ഏതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് ലാസ്റ്റ് ആൻസറിൻ്റെ കൂടെ എഴുതണം, അത് മറക്കരുത്. ഫൈൻഡ് ദ ഫോളോയിങ്ങിൽ എഫ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക.